ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളി സിനിമ ആരാധകരുടെ ശ്രദ്ധ വീണ്ടും പിടിച്ചുപറ്റിയിരിക്കുകയാണ് ദിലീപും മഞ്ജു വാര്യരും ഒരുമിച്ചെത്തിയ പുതിയ വീഡിയോ. വർഷങ്ങൾക്ക് ശേഷം ദിലീപും മഞ്ജു വാര്യരും ഒരേ വേദിയിൽ കണ്ടുമുട്ടിയെന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ജു വാര്യർ ദിലീപിന് പുഞ്ചിരിയോടെ കൈകൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ആരാധകരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ നേടുന്നത്. ഒരു ചെറിയ നിമിഷം മാത്രമാണെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ദിലീപും മഞ്ജു വാര്യരും ഉണ്ടാക്കുന്ന സ്ഥാനവും ഇരുവരുടെ പഴയ ബന്ധവും കാരണം ഈ വീഡിയോ വലിയ ചർച്ചയായി മാറുകയാണ്. മലയാള സിനിമയെ അടുത്തറിയാവുന്നവർക്ക് ദിലീപിനെയും മഞ്ജു വാര്യനെയും കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ താരജോഡികളായിരുന്നു ഇരുവരും. മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് എത്തിയ കാലം മുതൽ തന്നെ അവരുടെ അഭിനയശേഷി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം ദിലീപും സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനവും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഇരുവരുടെയും വ്യക്തിജീവിതവും സിനിമാ ജീവിതവും വലിയ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞു. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ഇരുവരും വേർപിരിഞ്ഞു. അതിനുശേഷം ഒരേ വേദിയിൽ ഇരുവരെയും കാണുന്നത് വളരെ അപൂർവമായിരുന്നു. അതിനാലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ ആരാധകർ ഇത്രയധികം ശ്രദ്ധയോടെ കാണുന്നത്. വീഡിയോയിൽ കാണുന്നത് വളരെ ലളിതമായ ഒരു നിമിഷമാണ്. മഞ്ജു വാര്യർ ദിലീപിന് കൈകൊടുക്കുന്നു. അതിനിടെ ഇരുവരും പരസ്പരം സൗഹൃദപരമായി പ്രതികരിക്കുന്നതും കാണാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ ചെറിയ നിമിഷം വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. ചിലർ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് കാണുന്നത് തന്നെ സന്തോഷകരമായ കാഴ്ചയാണ് എന്നതാണ്. മറ്റു ചിലർ പറയുന്നത് ഇതിനെക്കുറിച്ച് അനാവശ്യമായ നിഗമനങ്ങൾ നടത്തേണ്ടതില്ല എന്നാണ്. വാസ്തവത്തിൽ ഒരു വീഡിയോയിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം കണ്ടിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. മഞ്ജു ദിലീപിന് കൈകൊടുത്തു എന്ന വീഡിയോയിൽ കാണുന്ന കാര്യമാണ്. അതിനപ്പുറം ഇരുവരുടെയും വ്യക്തിജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഈ ദൃശ്യങ്ങൾ മാത്രം മതിയാകുകയില്ല. എങ്കിലും ആരാധകരുടെ വികാരം മനസ്സിലാക്കാം. കാരണം ഒരു കാലത്ത് മലയാള സിനിമയിൽ വലിയ തരംഗം സൃഷ്ടിച്ച രണ്ടു പേരാണ് ദിലീപും മഞ്ജു വാര്യരും. അവരുടെ പഴയ സിനിമകളും കഥാപാത്രങ്ങളും ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരേ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് സ്വാഭാവികമായും ആരാധകരുടെ ശ്രദ്ധ നേടും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നതും അതിൻ്റെ ഭാഗമാണ്. വീഡിയോ വൈറലായതോടെ പലതരത്തിലുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചില ആരാധകർ പഴയ കാലത്തെ ഓർമ്മിക്കുന്നുണ്ട്. ചിലർ ഇരുവരും ഒരുമിച്ച് സിനിമ ചെയ്യുമോ എന്ന ആകാംക്ഷയും പ്രകടിപ്പിക്കുന്നു. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത് വെറും ആരാധകരുടെ ആഗ്രഹമായി മാത്രം കാണുന്നതാണ് ഉചിതം. അതേസമയം മഞ്ജു വാര്യർ ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ നടിമാരിൽ ഒരാളായി തുടരുകയാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ അവർ തൻ്റെ അഭിനയശേഷി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപും തൻ്റെ സിനിമാ യാത്ര തുടരുകയാണ്. ഇരുവരുടെയും സിനിമാ ജീവിതം ഇപ്പോൾ വ്യത്യസ്ത വഴികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും അവരുടെ പഴയ സിനിമകളും ഓർമ്മകളും മലയാളി പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ചെറിയ നിമിഷം പോലും വലിയ വാർത്തയാകുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മഞ്ജു ദിലീപ് കൈകൊടുത്തു ആ നിമിഷം തന്നെയാണ്. പുഞ്ചിരിയോടെ നടന്ന ആ ചെറിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വീണ്ടും വീണ്ടും കാണുന്നത്. പക്ഷേ ഈ വീഡിയോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈറലാകുന്ന ഓരോ വീഡിയോയ്ക്കും പിന്നിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. എന്നാൽ വീഡിയോയിൽ വ്യക്തമായി കാണുന്ന കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി വാർത്തയെ സമീപിക്കുന്നതാണ് ശരിയായ രീതി. ഇവിടെ വ്യക്തമായി കാണുന്നത് ദിലീപും മഞ്ജു വാര്യരും ഒരേ വേദിയിൽ എത്തി. മഞ്ജു ദിലീപിന് കൈകൊടുത്തു. ഇരുവരും സൗഹൃദപരമായി പ്രതികരിച്ചു എന്നതാണ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ സ്ഥിരീകരണമല്ലാതെ പറയാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഈ അപൂർവ നിമിഷം ആരാധകർ ഒപ്പിയെടുത്തു കഴിഞ്ഞു. അതിനാൽ തന്നെ ഒരു കാലത്ത് ഒരുമിച്ച് മലയാള സിനിമയുടെ ഭാഗമായിരുന്ന രണ്ട് താരങ്ങളെ വർഷങ്ങൾക്ക് ശേഷം
ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് പലരും. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഞ്ജു ദിലീപിന് കൈകൊടുത്ത ആ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഇത് വെറും സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചയാണോ? അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇനിയും ഒരു സസ്പെൻസ് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.